പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ വെടിനിർത്തൽ നീട്ടുമെന്ന പ്രതീക്ഷകൾക്ക് വിരാമമിട്ട് വൈറ്റ് ഹൌസ്. ഇറാനുമായുള്ള താൽക്കാലിക വെടിനിർത്തൽ നീട്ടാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് US പ്രസ് സെക്രട്ടറി കരോലിൻ ലെവിറ്റ് വ്യക്തമാക്കി. അതേസമയം അമേരിക്ക ഏർപ്പെടുത്തിയ നാവിക ഉപരോധം നീക്കിയില്ലെങ്കിൽ ചെങ്കടൽ അടച്ചുപൂട്ടുമെന്ന കടുത്ത ഭീഷണിയുമായി ഇറാൻ രംഗത്തെത്തിയിരിക്കുകയാണ്. ട്രംപ് വെടിനിർത്തൽ നീട്ടാൻ ആലോചിക്കുന്നു എന്ന വാർത്തകൾ നിലവിൽ സത്യമല്ലെന്ന് വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറി പറഞ്ഞു. ട്രംപിന്റെ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നതാണ് ഇറാന്റെ താൽപ്പര്യങ്ങൾക്ക് നല്ലതെന്നും ഒരു കരാറിലെത്താൻ സാധിക്കുമെന്ന പ്രത്യാശയുണ്ടെന്നും അവർ കൂട്ടിച്ചേർത്തു. എന്നാൽ ഇറാൻ കടുത്ത നിലപാടുകളിൽ ഉറച്ചു നിൽക്കുകയാണ്. തങ്ങളുടെ തുറമുഖങ്ങൾക്ക് മേലുള്ള US ഉപരോധം തുടർന്നാൽ ചെങ്കടലിലൂടെയുള്ള ഒരു ചരക്കു നീക്കവും അനുവദിക്കില്ലെന്ന് ഇറാന്റെ ഖാത്തം അൽ അൻബിയ സെൻട്രൽ ഹെഡ്ക്വാർട്ടേഴ്സ് കമാൻഡർ അലി അബ്ദുല്ലാഹി മുന്നറിയിപ്പ് നൽകി. ഒമാൻ കടലിലൂടെയും പേർഷ്യൻ ഗൾഫിലൂടെയും ഒരു ഇറക്കുമതിയും കയറ്റുമതിയും അനുവദിക്കില്ലെന്നാണ് ഇറാന്റെ നിലപാട്. ഹോർമൂസ് കടലിടുക്കിൽ ഉപരോധം ശക്തമാക്കിയതായും ഇറാനിലേക്കുള്ള കടൽ വഴിയുള്ള വ്യാപാരം പൂർണ്ണമായും തടഞ്ഞതായും US സെൻട്രൽ കമാൻഡ് അറിയിച്ചു. വെറും 36 മണിക്കൂറിനുള്ളിൽ ഇറാന്റെ സാമ്പത്തിക വിനിമയങ്ങൾ സ്തംഭിപ്പിക്കാൻ കഴിഞ്ഞതായി അഡ്മിറൽ ബ്രാഡ് കൂപ്പർ വ്യക്തമാക്കി. ഇത് ഇറാന്റെ സമ്പദ് വ്യവസ്ഥയെ വലിയ തോതിൽ ബാധിച്ചിട്ടുണ്ട്. ഉപരോധത്തിനിടയിലും തങ്ങളുടെ ഒരു സൂപ്പർ ടാങ്കർ അന്താരാഷ്ട്ര ജലപാതയിലൂടെ കടന്നുപോയതായി ഇറാൻ അവകാശപ്പെടുകയും ചെയ്തു. 2 ദശലക്ഷം ബാരൽ ക്രൂഡ് ഓയിൽ വഹിക്കാൻ ശേഷിയുള്ള ടാങ്കർ ട്രാക്കിംഗ് സംവിധാനങ്ങൾ പ്രവർത്തിപ്പിച്ചുകൊണ്ട് തന്നെയാണിതെന്നാണ് ഇറാന്റെ വാദം. അമേരിക്കയുടെ അവകാശവാദങ്ങളെ വെല്ലുവിളിക്കാനാണ് ഇറാൻ ഇതിലൂടെ ശ്രമിക്കുന്നത്. ഇറാന് ആയുധങ്ങൾ നൽകുന്നത് ചൈനയാണെന്ന് ട്രംപ് നേരത്തെ ആരോപിച്ചിരുന്നു. 2024 ഇറാൻ രഹസ്യമായി വാങ്ങിയ ചൈനീസ് ചാര ഉപഗ്രഹങ്ങൾ ഉപയോഗിച്ചാണ് US സൈനിക താവളങ്ങളെ ഇറാൻ ലക്ഷ്യം വച്ചതെന്ന് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുണ്ട്. ഇതോടെ ചൈനയ്ക്കെതിരെയും US നിലപാട് കടുപ്പിച്ചേക്കും. അതേസമയം ഇസ്രായേലും ലെബനനും തമ്മിലുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ്. ലെബനൻ ഈ ചർച്ചകളെ ഫലപ്രദം എന്ന് വിശേഷിപ്പിച്ചപ്പോൾ ഇസ്രായേലും അമേരിക്കയും ലെബനനും ഒരേ പക്ഷത്താണെന്ന സൂചനയാണ് ഇസ്രായേൽ നൽകുന്നത്. മേഖലയിൽ സമാധാനം കൊണ്ടുവരാൻ ട്രംപ് നടത്തുന്ന നീക്കങ്ങൾക്ക് ഇതൊരു വലിയ മുൻതൂക്കം നൽകുന്നുണ്ട്. യുദ്ധ ആവശ്യങ്ങൾക്കായി ആയുധങ്ങൾ നിർമ്മിക്കാൻ മുൻനിര കാർ നിർമ്മാതാക്കളായ ജനറൽ മോട്ടോഴ്സ്, ഫോർഡ് എന്നിവരുമായി ട്രംപ് ഭരണകൂടം ചർച്ചകൾ നടത്തിവരികയാണ്. അമേരിക്കൻ നിർമ്മാണശാലകളെ യുദ്ധ സാമഗ്രികൾക്കായി ഉപയോഗിക്കുന്ന പഴയ രീതിയിലേക്ക് മടങ്ങാനാണ് ട്രംപിന്റെ പദ്ധതിയെന്ന് വാൾസ്ട്രീറ്റ് ജേർണൽ റിപ്പോർട്ട് ചെയ്തു. ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാങ്ചി ചൈനീസ് വിദേശകാര്യമന്ത്രിയുമായി നടത്തിയ ചർച്ചയിൽ അമേരിക്കയുടെ പ്രകോപനങ്ങൾ മേഖലയിൽ അപകടകരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് മുന്നറിയിപ്പ് നൽകി. US ഉപരോധം സമാധാനത്തിന് ഭീഷണിയാണെന്നും സാഹചര്യം കൂടുതൽ സങ്കീർണമാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു.